എല്ലാ സമയത്തും നമ്മൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് കൂടുതൽ സമയം നമ്മൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതിനേക്കാളുപരി ആളുകളും ജനസമൂഹങ്ങളും രാജ്യങ്ങളും തമ്മിലൊക്കെയുള്ള അതിക്രമങ്ങളും ഒക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം, ആളുകൾ സമൂഹങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അള്ളാഹു അല്ലെങ്കിൽ സൃഷ്ടാവിനോട് ചെയ്യുന്ന, സൃഷ്ടികളോടാണ് പ്രശ്നങ്ങൾ ചെയ്യുന്നതെങ്കിലും ആത്യന്തികമായി സൃഷ്ടാവിനോട് ചെയ്യുന്ന അപരാധങ്ങളാണ് എന്നും നമുക്കറിയാം. നമ്മളിങ്ങനെ ആലോചിക്കും, ഇതൊക്കെ എങ്ങോട്ടാണ്, ഈ സംഗതികളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്, അവസാനം എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ നിരന്തരം ആലോചിക്കുന്നുണ്ടാവും. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുയായികൾ എന്ന അർത്ഥത്തിലുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഖുർആൻ നമുക്ക് മുമ്പിലുള്ളത് കൊണ്ട്, പ്രവാചകൻ പലതും വിശദീകരിച്ചു തന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം. അള്ളാഹു തന്നെ ഒരുപാട് ഈ സംഗതികളെ കുറിച്ചൊക്കെ അറിയിപ്പായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. പ്രവചനങ്ങളായിട്ട്, പ്രവചനങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള, ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് നടക്കാൻ പോകുന്നത്, ഉറപ്പായ കാര്യങ്ങളാണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ സംഗതികളുടെയും കാര്യം, ഓരോ സംഗതി എന്താണ് എന്നും, എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് അവർ ചെയ്യുന്നത്, ആളുകൾ, ജനങ്ങൾ, സമൂഹങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നും, അതങ്ങനെ അവർ ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്നും, അവസാനം ഇത് എവിടെയാണ് എത്തിപ്പെടുക എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പല സന്ദർഭത്തിലും ഞാനിത് നമുക്കറിയുന്ന കാര്യമാണ്, പക്ഷെ അത് ഒന്നുകൂടി എടുത്ത് ഓർമ്മിപ്പിക്കുന്നത് എന്താന്ന് പറഞ്ഞാല്, നമുക്കറിയാം ലോകത്ത് മുസ്ലിങ്ങളല്ലാത്ത ബാക്കി ജനസമൂഹങ്ങളുണ്ട്, പ്രബലമായ സമൂഹങ്ങളുണ്ട്, വിശ്വാസികൾ എന്ന് പറയുന്ന, ഈശ്വര വിശ്വാസികൾ എന്ന് പറയുന്ന കണത്തിലുള്ള ആളുകളുണ്ട്. പക്ഷെ ഒരുപക്ഷെ അവരൊക്കെ കൊണ്ടു നടക്കുന്ന, അല്ലെങ്കിൽ അവര് ഫോളോ ചെയ്യുന്ന ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് തട്ടിച്ചു നോക്കുമ്പോൾ അതിലൊന്നും പറയാത്ത വളരെ തുറന്ന സംസാരങ്ങൾ ഖുർആനിലൂടെ, പ്രവാചകനിലൂടെ അള്ളാഹു മുസ്ലിങ്ങൾക്ക് അതുവഴി ലോകത്തിന് ഒരുപാട് കാര്യങ്ങൾ തുറന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരന്തരമായിട്ട് ആലോചിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും അത് വായിക്കുകയൊക്കെ ചെയ്യൽ നിർബന്ധമാണ്. കാരണം നമ്മുടെ വിശ്വാസം, ഈമാൻ അതുമായി ബന്ധപ്പെട്ടതാണ്. പലപ്പോഴും ആത്മവിശ്വാസവും പ്രതീക്ഷയും നിലനിർത്തുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലോകത്ത് പല അതിക്രമങ്ങളും നടക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷയും ആത്മവിശ്വാസവും ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പലപ്പോഴും പതറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മനസ്സ് മടുക്കുന്നതിൽ നിന്നും, അതേപോലെ നിരാശയിലേക്ക് അകപ്പെടുന്നതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ ഈ രൂപത്തിൽ ഖുർആനുമായി, അതേപോലെ പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട ചില സംഗതികളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഖുർആനിലെ സൂറത്തുൽ ഹാമീൻ അസ്സജദ, ആ സൂറത്തിൽ 15 മുതൽ 25 വരെയുള്ള ആയത്തുകൾ കുറച്ച് അത് നിങ്ങളുടെ മുമ്പിലൂടെ അവതരിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ഈ ആയത്തില് അള്ളാഹു ആദ്യം ആദ് സമുദായത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാനിത് പറയുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയത്തേക്ക് ആദ്യം നമ്മളെ കുറിച്ചൊന്ന് ആലോചിക്കുക, ഇത് നമുക്ക് ബാധകമാണോ എന്നുള്ളത്. നമുക്ക് ബാധകമാണോ, നമ്മളിന്ന് ജീവിക്കുന്ന സമൂഹത്തിന് ബാധകമാണോ? സമൂഹം എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിന് ബാധകമാകും, നമ്മുടെ മുസ്ലിം സമൂഹത്തിന് ബാധകമാകും, നമ്മുടെ രാജ്യത്തിന് ബാധകമാകും, അതേപോലെ ബാക്കി ലോകത്തുള്ള പല രാജ്യങ്ങളുണ്ടല്ലോ അതിലൊക്കെ ഉള്ള അവർക്കും അത് ബാധകമാകും.
അപ്പൊ സമൂഹത്തെ കുറിച്ച് അള്ളാഹു പറയുന്നത് 15-ാമത്തെ ആയത്തിൽ പറയുന്നത്, അവര് സത്യത്തിന് വിരുദ്ധമായിട്ട് അവര് അഹങ്കരിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അവര് ചോദിക്കുന്നു, പിന്നെ ഞങ്ങളെക്കാൾ കരുത്തുള്ള ആളുകൾ ആരുണ്ട് എന്നാണ് അവർ അഹങ്കരിച്ചത് എന്നാണ് അള്ളാഹുവോട് പറയുന്നത്. അള്ളാഹു തന്നെ ചോദിക്കുകയാണ്, പിന്നെ അവരെ തന്നെ സൃഷ്ടിച്ച അള്ളാഹു അവരെക്കാൾ കരുത്തനാണെന്ന് അവർക്ക് അറിയില്ലേ, അവർ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, വകാനൂ ബിആയാതിനാ യജ്ഹദൂൻ, അവര് നമ്മുടെ വചനങ്ങളെ നിഷേധിക്കുന്നവരായിരുന്നു എന്നുള്ളതാണ്. ഈ ആയത്ത് നമ്മൾ കേൾക്കുന്ന സമയത്ത് പിന്നെ ഒരു സാധാരണ വിശ്വാസി, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യ സമൂഹം, ഒരു കൂട്ടം ആളുകൾ മറ്റുള്ള ആളുകളെ അതിക്രമിച്ചു കയറുന്ന സമയത്ത് അള്ളാഹുവിന്റെ വചനങ്ങളെ, ആയാത്തുകളെ നിഷേധിക്കുക എന്ന് പറയുമ്പോൾ അത് നേർക്കുനേരെ പിന്നെ ഖുർആനിനെ നിഷേധിക്കുക എന്ന് മാത്രമല്ല, സൃഷ്ടാവിനെ, ഒരാൾക്കൊരു ഇസ്ലാമും ഖുർആനും ഒന്നും എത്തിയിട്ടില്ലെങ്കിൽ പോലും അയാളുടെ ഉള്ളിൽ സൃഷ്ടാവ് എന്നൊരു സംഗതി ഉണ്ട്. അഹങ്കാരം എന്നുള്ള സംഗതി അയാളുടെ മനസ്സിലില്ലെങ്കിൽ പിന്നെ സൃഷ്ടാവിനെ കണ്ടെത്താൻ സ്വാഭാവികമായിട്ടും അയാൾക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പൊ വളരെ ഉന്നതമായ ലെവലില് ഈ ഒരു ആയത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. അള്ളാഹു പറയുന്നത്, ആദ്യ സമൂഹം അവരെ അഹങ്കരിക്കുകയാണ്, അവരുടെ അഹങ്കാരതാണ്. നമുക്കറിയാം ഇന്നത്തെ ലോകത്തും പിന്നെ കരുത്തരായവര് ഞങ്ങൾക്കാണ് അതിന്റെ അവകാശം എന്ന് ചിന്തിക്കുന്ന ആളുകളും സമൂഹങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതിലേക്കുള്ള സൂചനയാണ് അള്ളാഹു വഴി നൽകിയത്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് അവർക്ക് സംഭവിച്ച എന്താന്ന് പറയുന്നു. ആരൊന്ന് മ്യൂട്ട് ചെയ്യാനുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ അള്ളാഹു പറയുന്നു, അവർക്ക് വളരെ ദുരിതം നിറഞ്ഞ നാളുകളിൽ അവർക്ക് കൊടുങ്കാറ്റയച്ച് അവരെ നശിപ്പിച്ചു. പിന്നെ അള്ളാഹു പറയുന്നു, ഐഹിക ജീവിതത്തിൽ തന്നെ അപമാനകരമായ ശിക്ഷയാണ് അവർക്ക് കൊടുത്തത്. പരലോകത്തിൽ വരാനിരിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ അപമാനകരമായ ശിക്ഷയായിരിക്കും. അത് മാത്രമല്ല, ഒരു സഹായം അവിടെ കിട്ടുകയില്ല എന്നുള്ളത് പറയുന്നു. അപ്പൊ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, നമുക്കറിയാം ലോകത്ത് പല ആളുകളും സമൂഹങ്ങളും ഒക്കെ രാജ്യങ്ങളും ഒക്കെ കരുത്തരാണ് എന്ന് കാണിച്ചുകൊണ്ട് മറ്റുള്ളവരാണ്ട് വേണ്ടാത്ത രീതിയിൽ ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ ആളുകൾ, രാജ്യങ്ങൾ, അവർക്കൊക്കെ വരാനുള്ള സംഗതി എന്ന് പറഞ്ഞാല് അപമാനകരമായ ശിക്ഷയാണ് എന്നുള്ളത് അവിടെ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അതേപോലെ അടുത്ത ആയത്തിൽ പറയുന്നത് സമൂദ് പിന്നെ വിഭാഗത്തെ കുറിച്ച് അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അള്ളാഹു പറയുന്നു, അവരെ നമുക്ക് നേർവഴി അവർക്ക് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്നത്തെ ലോകത്ത് നേർവഴി, സത്യം ഏതാണ്, ശരിയായ രീതി, അത് ഇസ്ലാം, അള്ളാഹിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ നിസ്കരിക്കുക, അത് മാത്രമല്ല, ഒരു ലോകത്ത് ഭൂമിയിൽ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അറിയാത്തൊരു മനുഷ്യൻ ലോകത്തില്ല. അവർക്കറിയാം, തെറ്റ് ചെയ്യുന്നവർക്ക് അറിയാം തെറ്റാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ആ ഒരു ഉന്നതമായ ലെവലിൽ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കാം. അതേപോലെ സമൂദിനെ അറിയായിരുന്നു, അവർക്ക് അള്ളാഹു വഴി കാണിച്ചു കൊടുത്തു. പക്ഷെ അള്ളാഹു പറയുന്നു, നേരത്തെ പറഞ്ഞു അവര് അഹങ്കരിച്ചു എന്ന്. സമൂദിനെ കുറിച്ച് പറയുന്നത് അവർക്ക് ഇഷ്ടം അന്ധത നടിക്കാനാണ്. ശരി, സത്യം ശരിയായിട്ടുള്ളതൊക്കെ അറിയാം, പക്ഷെ കണ്ണുകൂട്ടി ഒന്നും അറിയാത്ത പോലെ നടിക്കുക, അല്ലെ? വളരെ ക്ലിയർ ആയിട്ടാണ് അള്ളാഹുട് പറയുന്നത്. ഫസ്തഹബ്ബുൽ അമ എന്നാണ് അള്ളാഹു ഉപയോഗിച്ചത്. അന്ധത ആണ് അവർ ഇഷ്ടപ്പെട്ടത്. അള്ളാഹു പറയുന്നു, അവർക്കും അപമാനകരമായ കൊടിയ ശിക്ഷ കൊടുത്തു. അവര് പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലമായിരുന്നു അത്. പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പറഞ്ഞാൽ, ഒന്ന് അവർ അന്ധത നടിച്ചു. അന്ധത നടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, സത്യം തെറ്റായ കാര്യങ്ങളിൽ മുന്നോട്ട് മുന്നേറുകയാണല്ലോ ചെയ്യുക മനുഷ്യൻ. എന്നിട്ട് ഈ ഒരു ആയത്തിന്റെ ഘടനയുടെ ഒരു 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 ഭംഗി എന്താന്ന് പറഞ്ഞാൽ, അള്ളാഹു അടുത്ത ആയത്തിൽ പറയുന്നത്, 18-ാമത്തെ ആയത്തിൽ പറയുന്നത്, ഇങ്ങനൊക്കെ ആയിരുന്നു. സമൂഹത്തിനെ കുറിച്ച് പറഞ്ഞു, അതിനെ കുറിച്ച് പറഞ്ഞു, നശിപ്പിച്ചതിനെ കുറിച്ച് പറഞ്ഞു, പരലോകത്ത് കൊടിയ ശിക്ഷയെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിനിടക്ക് അള്ളാഹു പറയാണ്, സത്യവിശ്വാസം സ്വീകരിക്കുകയും തഖ്വ പുലർത്തുകയും ചെയ്തവർക്ക് പിന്നെ പുലർത്തിയവർ അള്ളാഹു രക്ഷപ്പെടുത്തും എന്ന് മാത്രമല്ല, രക്ഷപ്പെടുത്തി എല്ലാ അർത്ഥത്തിലും. അത് ഭൂമിയിലുള്ള രക്ഷപ്പെടുത്തൽ ഉണ്ടാവും അതില്, അതേപോലെ പരലോകത്തിൽ ആത്യന്തികമായ രക്ഷപ്പെടുത്തലും ഉണ്ടാവും. അപ്പൊ ഇത് നമ്മൾ പ്രത്യേകം ആലോചിക്കേണ്ടതാണ്. ലോകത്ത് എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇതേപോലെ അതിക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടോ, നമ്മൾ ഇസ്ലാമിന്റെ അള്ളാഹു പഠിപ്പിച്ച ഒരു മാനദണ്ഡം വെച്ച് അതിനെക്കുറിച്ച് ആലോചിക്കുക. നമ്മൾ ചെയ്യേണ്ട പണി ചെയ്തുകൊണ്ടേയിരിക്കുക. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളുണ്ട്, നമ്മുടെ
ദൈവത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആത്യന്തികമായി നമ്മൾ തന്നെ, വിശ്വാസികൾ തന്നെ, പിന്നെ സത്യവിശ്വാസം സ്വീകരിച്ചവർ വിജയിക്കും എന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അത് നമ്മളെ നിരാശയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മെ സഹായിക്കും. എന്നിട്ട് അള്ളാഹു ചോദിക്കണം എന്താന്ന് പറഞ്ഞാല്, പിന്നെ നിനക്കാണുള്ള സംഗതി, അള്ളാഹുവിന്റെ ശത്രുക്കളെ നരകത്തിലേക്ക് നയിക്കാനായി ഒരുമിച്ച് തീർക്കുന്ന നാളിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വല്ലാത്തൊരു വർത്തനാണ്. അവർക്കൊക്കെ എന്തൊക്കെ നടക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. സത്യവിശ്വാസികൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, അള്ളാഹുവിന്റെ ശത്രുക്കൾ എന്നാണ് ഉള്ളത്. എല്ലാവരെയും കുറിച്ച് ഒറ്റ വാക്കിൽ അള്ളാഹു പറയാം, അവരെ നരകത്തിലേക്ക് അവര് എല്ലാവരും കൂടി, അങ്ങനെയുള്ള ആളുകളൊക്കെ അള്ളാഹുവിന്റെ ശത്രുക്കളായ, അള്ളാഹുവിന്റെ ശത്രുക്കൾ നമുക്ക് മനസ്സിലാവും, മനുഷ്യരുടെ ശത്രുക്കൾ തന്നെയാണ് അള്ളാഹുവിന്റെ ശത്രുക്കൾ. അവരെ നരകത്തിലേക്ക് നയിക്കുന്ന ആ ഒരു നിമിഷങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. എന്നിട്ട് പറയുന്നത് വളരെ എന്താ പറയാ, അള്ളാഹു അതിനെ കുറിച്ച് ജസ്റ്റ് സൂചന നൽകി. പിന്നെ അള്ളാഹു പ്രതിപാദിക്കുന്നത്, ഇങ്ങനെയുള്ള മനുഷ്യൻ തീരെ ആലോചിക്കാത്ത ഒരു പോയിന്റ് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തണം. അതെന്താന്ന് പറഞ്ഞാല്, അവരവിടെ എത്തിക്കഴിഞ്ഞാല് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നത് നമുക്കറിയാം. പക്ഷെ അള്ളാഹു പറയുന്നത്, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുക അവരെ കാതുകളും കണ്ണുകളും ചർമ്മങ്ങളും ഒക്കെ ആയിരിക്കും. അവരായിരിക്കും അവർക്കെതിരെ സാക്ഷ്യം നിൽക്കുക എന്നുള്ളതാണ്. വേറെ ആളുകളെയോ വേറെ സംഗതികളോ ഒന്നും കൊണ്ടുവരേണ്ടതില്ല. ഓരോ മനുഷ്യന്റെയും സ്വന്തം ശരീരത്തിലുള്ള കണ്ണും കാതും ചർമ്മവും ഒക്കെ തന്നെ അവർക്കെതിരെ സാക്ഷ്യം വഹിക്കും. അതൊരു വലിയൊരു സംഗതി. അപ്പൊ നേരത്തെ പറഞ്ഞു, കഴിവുകളുണ്ട്, അന്ധത നടിച്ചു എന്നൊക്കെ പറയുന്ന കണ്ണും ആ അഹങ്കാരം കൊണ്ടുവരുന്ന ഒരു മനുഷ്യനെ കണ്ടല്ല, അവന്റെ ഭാഗം തന്നെയായ, ശരീരത്തിന്റെ ഭാഗം തന്നെയായ ഈ 3 കാര്യങ്ങളെ കുറിച്ച് അള്ളാഹു പറയാണ്, അത് തന്നെ അവർക്കെതിരെ സാക്ഷ്യം വഹിക്കും. എന്നിട്ട് 21-ാമത്തെ ആയത്തിൽ പറയുന്നത്, അള്ളാഹു പറയുന്നത്, അങ്ങനെ സാക്ഷ്യം വഹിക്കാൻ തുടങ്ങുമ്പോൾ ഈ ആളുകൾ അവിടെ തൊലിയോട് ചോദിക്കും എന്നുള്ളതാണ്. അപ്പൊ തൊലി അവിടെ പറയാനുള്ള കാരണം വെച്ചാൽ, കണ്ണ് നമുക്കറിയാം കാണുന്നുണ്ട്, ഓക്കെ, എന്തെങ്കിലുമൊക്കെ കണ്ണ് കാണുന്നുണ്ടല്ലോ, തൊലി കാത് കേൾക്കുന്നുണ്ടല്ലോ. പക്ഷെ തൊലി എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാത്തൊരു സാധനമാണ്, നമ്മളായിട്ട് പ്രതികരണമായിട്ട് നമുക്ക് തോന്നാത്തൊരു സാധനമാണ്, ഒരു ഡെഡായി കിടക്കുന്ന ഒരു സാധനമായിട്ടാണ് നമുക്ക് തോന്നാം. പക്ഷെ തൊലിയോടാണ് അവർ ചോദിക്കുക, എന്തിനാണ് എനിക്കെതിരെ നീ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്? അപ്പൊ അവര് പറയുന്നുണ്ടല്ലോ, പിന്നെ സകല വസ്തുക്കൾക്ക് സംസാര കഴിവ് നൽകിയ അള്ളാഹുവിനെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് 22-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, അവരൊരിക്കലും വിചാരിച്ചിട്ടില്ല അവരുടെ കണ്ണുകളും കാതുകളും ചർമ്മങ്ങളും അവർക്കെതിരെ തന്നെ സാക്ഷ്യം വഹിക്കുമെന്ന്. എന്നിട്ട് അള്ളാഹു പറയുന്നത്, അഥവാ അവർക്ക് അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ, ഓക്കെ, അഥവാ അവർക്ക് അങ്ങനെ ഇതൊക്കെ സാക്ഷ്യം വഹിക്കും എന്ന് തോന്നിയിരുന്നെങ്കിൽ അവര് അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. അള്ളാഹു പറയുന്നു, അതിനാൽ നിങ്ങൾ അവയിൽ നിന്ന് ഒളിക്കാൻ നിങ്ങൾ ശ്രമിക്കും. ഇപ്പൊ ഒരാള് കളവ് അല്ലെങ്കിൽ വേണ്ടാത്ത ചർച്ച അല്ലെങ്കിൽ അങ്ങനെ എന്ത് തെറ്റായ കാര്യം ചെയ്യുകയാണെങ്കിലോ നമ്മള് ബാക്കിയുള്ള ആരെങ്കിലും കാണുമെന്ന് നോക്കാം. പക്ഷെ തൊലി കാണുന്നുണ്ടോ, കണ്ണ് ശ്രദ്ധിക്കുന്നുണ്ടോ, സ്വന്തം കാത് ശ്രദ്ധിക്കുന്നത് ആരും ശ്രദ്ധിക്കാറില്ലല്ലോ. അപ്പൊ അത് അള്ളാഹു പറഞ്ഞത്, അവർക്ക് അങ്ങനെ എന്തെങ്കിലും സൂചന ഉണ്ടെങ്കിൽ അവര് അതിൽ നിന്ന് ഒളിഞ്ഞിരിക്കുമായിരുന്നു. എന്നിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതൊന്നും ഞാൻ അറിയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചല്ലേ എന്ന് ചോദിക്കാണ്. അപ്പോ അള്ളാഹു അടുത്ത ആയത്തിൽ പറയുന്നത്, ഞാൻ നിർത്താണ്, അതിനെ കുറിച്ചുള്ള വിചാരം എങ്ങനെ ആയിരുന്നു, അങ്ങനെ അവര് നഷ്ടത്തിൽ പെട്ടുപോയി. എന്നിട്ട് അള്ളാഹു പറയുന്നു, അതായത് അവര് ക്ഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല, അവര് നരകത്തിലേക്ക് പോകാനുള്ളവരാണ്. ഈ കുറെ വിട്ടുവീഴ്ച അള്ളാഹുവിനോട് തേടി വിചാരിച്ചിട്ടോ അതിട്ട് കിട്ടാനും പോകുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. അടുത്ത ആയത്തിൽ പറയുന്നത്, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാല്, അള്ളാഹു ഇതൊക്കെ ചെയ്യുന്നത് കൂട്ടുകാരാണ്, അത് ഒരു സംഘമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ സംഘത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മുമ്പിലും പിമ്പിലും ഒക്കെ ഉള്ളത് എല്ലാം അടിപൊളിയാണ് എന്ന് സ്വയം തോന്നും. അങ്ങനെ അവർക്ക് ശിക്ഷ സ്ഥിരപ്പെടുന്നതാണ് എന്നാണ് അവസാനത്തെ ആയത്തിൽ പറയുന്നത്. അതിന്റെ അർത്ഥം ഇത് കൂട്ടമായി ചെയ്യുന്നതാണ്. സത്യത്തെ നോക്കാതെ, തോന്നിയതുപോലെ മുമ്പിൽ നോക്കാതെ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് തോന്നിയ രൂപത്തില് മനുഷ്യൻ ചെയ്തു പോവുകയാണ് എന്ന് പറയാം. അപ്പൊ ഞാനിത് പറഞ്ഞെന്തിനാന്ന് പറഞ്ഞാൽ, നമ്മളെ മനസ്സ്, വിശ്വാസികളായ നമ്മളെ മനസ്സ് ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. ലോകത്ത് എന്ത് തലകുത്തി മറിഞ്ഞാലും നമുക്കറിയാം, അള്ളാഹു നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആളുകൾ എത്ര
സമൂഹം എത്ര എക്സ്ട്രീം വരെ പോകും എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഖുർആൻ അതിന് വേണ്ടിയിട്ടാണ്. അത് മുമ്പിലിരിക്കെ നമ്മൾ നിരാശപ്പെടാൻ വേണ്ടി പാടില്ല. അതേപോലെ ഇതുപോലുള്ള സംഗതികളൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മളെ മനസ്സിൽ കൊണ്ടുവരിക, അള്ളാഹുവിൽ പരമേൽപ്പിക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ആത്യന്തികമായി സത്യവിശ്വാസികൾക്കായിരിക്കും വിജയം എന്നുള്ളതും ആ ഒരു കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ശരി. അതാണ് അതിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യം. ആ ഒരു ഗ്രൂപ്പിൽ, ഒരു രക്ഷപ്പെടുന്ന ഗ്രൂപ്പിൽ നമ്മൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യാം. അല്ലാതെ നിരാശപ്പെട്ടുകൊണ്ട് നമ്മൾ നിർജീവരായി നിന്നുകൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട് ആത്മവിശ്വാസമില്ലാതെ ഈമാൻ ചോർന്നു പോകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഫീൽ ചെയ്യാൻ നല്ല സാധ്യതയുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തും ലോകത്തും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈമാൻ ചോർന്നു പോയ അവസ്ഥയിൽ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി നമുക്ക് പറ്റില്ല. അത് നമുക്ക് നഷ്ടമാണ്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഈമാനെ നിലനിർത്താൻ നമുക്ക് കഴിയട്ടെ. എപ്പോഴും അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള ഊർജവും പിന്നെ വിചാരവും ചിന്തയും ഒക്കെ ഖുർആനിലൂടെ, ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളിലൂടെ നേടിയെടുക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. റബ്ബനാ വലംനാ അൻഫുസനാ ربنا وترحمنا لنكونن من الخاسرين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين. السلام عليكم ورحمه الله.